ഹായ് ഫ്രണ്ട്സ്, സ്കൂളിൽ ഡാൻസ് പ്രാക്ടീസിന് പോയ സഞ്ജുവിനെയും കൂട്ടിയിട്ട് ഒരു മൂവിക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. വാഴ കാണാനാണ് പോയത്. അമ്മയും സഞ്ജുവും കുറെ ദിവസമായി പറയുന്നു ഈ മൂവിക്ക് പോകണമെന്ന്. അപ്പൊ അതിന്റെ സന്തോഷമാണ് അവൻ കാണിക്കുന്നത്. അങ്ങനെ ടൗൺ വരെ ഞങ്ങൾ പോയത് സ്കൂട്ടിയിലാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബസ്സിലാണ് പോയത്. അതെന്താന്ന് വെച്ചാല് അമ്മയ്ക്ക് ഈ മെയിൻ റോഡിലൂടെയൊക്കെ സ്കൂട്ടി ഓടിച്ച് പോകാൻ ഭയങ്കര പേടിയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്നെ വണ്ടി എടുക്കാൻ വെക്കാറില്ല. അങ്ങനെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തു. ഓൾറെഡി ടിക്കറ്റ് ഓൺലൈനിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കാൻ ചെയ്ത ടിക്കറ്റ് കയ്യിലെടുത്തു കേട്ടോ. പിന്നെ അവിടെ കുറെ നേരം വെയിറ്റ് ചെയ്തു. വല്യമ്മേന്റെ മോളും അവളുടെ കുട്ടിയൊക്കെ വരാനുണ്ടായിരുന്നു. പിന്നെ ഫിലിം തുടങ്ങാൻ ഏകദേശം അരമണിക്കൂറോളം ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ കട്ട പോസ്റ്റായിരുന്നു. സഞ്ജു ആണെങ്കിൽ അവിടെയുള്ള അക്വാറിയത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയി നോക്കിയപ്പോ നല്ല രസമുണ്ടായിരുന്നു. അവനാണെങ്കിൽ മീനിനോടൊക്കെ ഭയങ്കര ക്രൈസാണ്. അപ്പൊ അവന് ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഫിലിമിന്റെ ടൈമൊക്കെ ആയപ്പോഴേക്കും വല്യമ്മയും പ്രിയയും കുട്ടിയൊക്കെ വന്നു. ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു. പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് കുറച്ച് പോപ്കോണും ജ്യൂസൊക്കെ വാങ്ങി ഉള്ളിലേക്ക് കയറിട്ടോ. ഉള്ളിൽ കയറിയിട്ട് പിന്നെ സീറ്റൊക്കെ കണ്ടുപിടിച്ചിട്ട് അവിടെ ഇരുന്നു. സഞ്ജു ലച്ചാണെങ്കിൽ നല്ല ത്രില്ലിലാണ്. അവർക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഏകദേശം മൂവിന്റെ സമയപ്പോഴേക്കും സീറ്റൊക്കെ ഫുള്ളായി. നല്ല മൂവിയായിരുന്നു, നല്ല ഇഷ്ടമായി എനിക്ക്. ഇപ്പൊ പോവാത്തവരൊക്കെ ഒന്ന് പോയി കാണാം. അങ്ങനെ മൂവി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പുറത്ത് അതിലേറെ തിരക്കായിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് റിസപ്ഷനാണ് കേട്ടോ. അയൽവാസിയുടെ കല്യാണത്തിന്റെ റിസപ്ഷൻ ആയിരുന്നു. അപ്പൊ സഞ്ജു അവിടുന്ന് ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട്. 2-3 ഐറ്റം ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഗ്രേപ്സിന്റെ ജ്യൂസാണ് എടുത്തത്. എനിക്ക് ഗ്രേപ്സ് ആണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ പിന്നെ ഞങ്ങൾ ചെക്കനെയും പെണ്ണിനെയൊക്കെ കണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്നു. പിന്നെ എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് അവിടുത്തെ അറേഞ്ച്മെന്റ്സ് ആയിരുന്നു. ആ ടീമിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണാൻ നല്ല ഇഷ്ടമാണ്. ഞാനതൊക്കെ കുറച്ചേരം നോക്കിയതിന് ശേഷമാണ് ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. 2-3 ഐറ്റം ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. പൊറാട്ട ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ്, ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സഞ്ജു പൊറാട്ട ഇതുപോലെ ബിരിയാണി ഒക്കെ കഴിക്കുന്നുണ്ട്. ഞാനൊരു പൊറാട്ടയും അതുപോലെ ഫ്രൈഡ് റൈസുമാണ് കഴിച്ചത്. പിന്നെ ടീകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് വേണമെങ്കിലും ട്രൈ ചെയ്യായിരുന്നു. പിന്നെ എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ടീ ഒന്നും കുടിച്ചിട്ടില്ല. ഇതുപോലെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, ഗുലാബ് ജാം ഉണ്ടായിരുന്നു. സഞ്ജു പിന്നെ അതിന്റെ ആളായതുകൊണ്ട് അവൻ കഴിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഐസ്ക്രീമും കൂടി അവന് കൊടുത്തു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വഴിയിൽ ഇങ്ങനെ കുറേ ചെടികൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഈ ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ 2-3 ഐറ്റം ചെടികളൊക്കെ നോക്കിയെടുത്തു. പിന്നെ എന്റെ ശ്രദ്ധ നേരെ പോയത് അവിടെ വിൽക്കാൻ വെച്ച പ്രതിമകളിലേക്കായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കണ്ണെടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. എന്തായാലും വാങ്ങിയിട്ടില്ല, വീട്ടിലൊരെണ്ണം ഉള്ളതുകൊണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാന്. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.